Hi Malayalis, it's me Anand. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയിലാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ന്യൂ ഇയർ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാറില്ലായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് നമ്മൾ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീഡിയോയുടെ തുടക്കമായ നമ്മൾ ദുബായിലാണ് ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത്. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ലോകത്തുള്ള എല്ലാ ആൾക്കാരും, എല്ലാ മലയാളികളും, ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് ന്യൂ ഇയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പോവുകയാണ് ബുർജുൽ അറബ്. ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ബുർജുൽ അറബ് എന്ന് പറയുന്നത്. അപ്പോൾ ബുർജുൽ അറബിലേക്കാണ് നമ്മൾ ഇന്നത്തെ ന്യൂ ഇയർ യാത്ര. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര ഞാൻ പോകാറില്ല. എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പരിചയപ്പെടില്ല. ആദ്യം തന്നെ വിപിൻ ഫ്രം ചെറുവണ്ണൂർ. അടുത്തതായി നാസർക്ക വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ പഴയ രാഹുൽ നമ്മുടെ ഒരു പഴയൊരു ആളാണ് പറയാം. നമ്മുടെ അത്ത വീഡിയോയിലൊക്കെ നമ്മുടെ രാഹുലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അജ്മൽ ഫ്രം മലപ്പുറം. ഇപ്പൊ നമ്മൾ ഈ എത്ര ആളുണ്ട് നമ്മൾ ഒന്ന് പറയട്ടെ? 1, 2, 5 പേര് കൂടിയിട്ട് നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? തീർച്ചയായും പൊളിക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നത്തെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് മനോഹരമായൊരു ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയാണ്. പുതിയൊരു തുടക്കത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് പുതിയൊരു ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഈ ന്യൂ ഇയർ കൊണ്ടുവരട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പോകുന്നു എവിടെ പോന്നെ? ബുർജുൽ അറബ്. അപ്പം നമുക്ക് ബുർജുൽ അറബിലേക്കുള്ള യാത്രയിലേക്ക് കടക്കാം. ഞാനിപ്പം നിൽക്കുന്നത് DIP2 അല്ലേ, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 2. അവിടെയാണ് ഞാനിപ്പം ഉള്ളത്. നമ്മളവിടുന്ന് മെട്രോ കയറിയിട്ടില്ലേ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ എടുത്ത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോസിബിൾ അല്ല. കാരണം ഒരുപാട് ഏരിയാസൊക്കെ റോഡ് ക്ലോസ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെട്രോ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. അതുകൊണ്ട് നമ്മൾ മെട്രോയിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ബുർജുൽ അറബിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം, പുതുവത്സര കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ ബോസ്. യെസ്. മലയാളീസ് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോ റീചാർജ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിപിനും നമ്മളെ അജു അവിടെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ റീചാർജ് ഓൾറെഡി ചെയ്തല്ലേ? ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിപിയെ ഇതൊക്കെ ആദ്യം റെഡിയാക്കണം. ഇനി ഉറങ്ങാൻ നേരം ഇനി ഇതിൻ്റെ ഓർമ്മ വന്ന്. അപ്പോൾ അവനത് നോൾ കാർഡ് റീചാർജ് ചെയ്യാണ്, മെട്രോ ബസ് കാർഡ് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഭായ് ഓൾറെഡി റീചാർജ് ചെയ്യണം. എത്ര പൈസ ഉണ്ട്? 20 റുപ്യ ഉണ്ട്. അറബാബ്. അപ്പോൾ രാഹുലിൻ്റെ കയ്യിൽ 20 റുപ്യ ഉണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10-15 റുപ്യ ഉണ്ട്. എൻ്റെ കയ്യിൽ എൻ്റെ കാർഡിൽ ബാലൻസ് ഉണ്ട്. ദിസ് ഇസ് മൈ കാർഡ്, നോൾ കാർഡ്. അപ്പോൾ ഇതിൽ ബാലൻസ് സംഗതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ മെട്രോയുടെ നേരെ നമ്മളെവിടെ ഇറങ്ങുന്നത്? MOIൻ്റെ ഫുൾ പേര് എമിറേറ്റ്സ് മാൾ. അപ്പോൾ എമിറേറ്റ്സ് മാൾ ഓഫ് എമിറേറ്റ്സിലാണ് നമ്മളിപ്പോൾ മെട്രോ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. മെട്രോയിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. റീചാർജ് ചെയ്ത് നമ്മൾ മെട്രോയിലേക്ക് ഇതാ ഓടിത്തള്ളി കയറും. ഇന്ന് ഭയങ്കര തിരക്കാണ്, റഷാണ്. കാരണം എന്താ വെച്ചാൽ ന്യൂ ഇയർ ആഘോഷം വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ തിരക്കാണ്, എല്ലാ റോഡും തിരക്കാണ്. ഓൾറെഡി 3 റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മെട്രോയിലേക്ക് കയറാൻ വേണ്ടി പോകണം. ഓക്കെ. സംസാരിച്ചില്ല. ഐശ്വര്യല്ല പെണ്ണുങ്ങൾ കാണണ്ട ഐശ്വര്യ നല്ല ഭാഗത്ത്. മലയാളീസ് ഇधर देखो. മെട്രോ വന്നപ്പോൾ നമ്മൾ ഓഫ് ആയില്ലേ? ഇവിടെ ആരില്ല. മലയാളീസ് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞാൽ ഫുള്ള് തിരക്കായിട്ട് വിചാരിച്ചാണ്. പക്ഷേ ദൈവാധീനം കൊണ്ട് ഒരു മനുഷ്യൻ മരിക്കത്തില്ല. കാരണം ഇവിടെ വലിയ പ്രശ്നം ഉണ്ടെന്ന് കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ മുഖം നമ്മളെ ഓരോ സൗകര്യമില്ലാതെ സൗകര്യമില്ലാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പണി 8ന്റെ കിട്ടും. പിന്നെ വേറെ പ്രശ്നം കാര്യമുണ്ട്. നമ്മളിപ്പോൾ ക്യാരി ചെയ്യുന്ന മെട്രോ 2ാമത്തെ സ്റ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ 2ാമത്തെ ഒരുപാട് സ്റ്റേഷൻ മുന്നോട്ടുണ്ട്. ഫുള്ള്
അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് മെട്രോയുടെ സ്റ്റാർട്ടിങ് ഇപ്പൊ കാണിക്കുന്നത് ഇവിടെ കാലിയേറ്റ് കിടക്കുന്നുണ്ട്. സംഭവമൊക്കെ കാലിയേറ്റ് കിടക്കുകയാണ്. സീറ്റ് 2 സീറ്റ് അങ്ങോട്ട് നിർത്തുക. ഇവിടെ തൽക്കാലം ആളില്ലാത്ത വിധത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി കേസിന് കൊല്ലാ പിന്നെ കഴിയില്ല. തീർച്ചയായും അപ്പൊ നമ്മുടെ ഇതാ ഒരു ന്യൂ ഇയർ അപ്പൊ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പറഞ്ഞോണ്ടിരിക്കാണ്. ഇതാണ് ഇപ്പൊ അല്ലേ മലയാളീസ്. അപ്പൊ നമ്മളിപ്പോ ആളില്ലായിരുന്നു മെഷീനകത്ത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഞാൻ ഇവിടെ ചെറുതായിട്ട് കാണിച്ചു തരാം. ഫുൾ ക്രൗഡാണ്. എടാ അങ്ങോട്ടാ പോണത്? തൃശ്ശൂരിലാണ്. സമ്മതത്തോടുകൂടിയാണ് ആഘോഷിക്കാൻ പോലെ പട്ടക്കട്ടെ. അപ്പൊ തൃശ്ശൂർക്കാരുടെ ഒരു ബ്രോ നമ്മളെ കൈ കിട്ടി. പേരെന്താ പറഞ്ഞേ? പ്രവീൺ. നിങ്ങള് എത്ര ആളുണ്ട്? 3 പേരല്ലേ? നിങ്ങളുടെ സമ്മതത്തോടുകൂടിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ കയറിയ സമയത്ത് ആരും ഇവിടെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതിട്ട് ഫുൾ ക്രൗഡായിട്ട് കിടക്കുകയാണ്. എന്നാലും നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്റ്റോപ്പ് നമ്മളല്ലേ? മൂന്നാമത്തെ സ്റ്റോപ്പ്. പക്ഷേ ഭയങ്കര പ്രശ്നമാണ്. വീഡിയോ എടുക്കൽ ഭയങ്കര സീനാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാൻ മെട്രോയിൽ നമുക്ക് കുറച്ചുകൂടി ലിമിറ്റ് ഉണ്ട്. എന്തായാലും നമ്മളൊരു 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ വേണ്ടി പോവാണ്. എന്തായാലും നമുക്ക് ഹാപ്പി ന്യൂ ഇയർ നമുക്ക് എല്ലാവരും കൂടി അടിച്ചു പൊളി എത്താൻ പറ്റും. അപ്പൊ മലയാളീസ് നമ്മളിതാ ഏത് മെട്രോ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങിയത്? മാൾ ഓഫ് ഫെബ്രുവരി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മുമ്പിൽ ആരുമില്ല, കാലിയായി കിടക്കുന്നുണ്ട്. തെറ്റിയായിരിക്കണ്ട. ന്യൂ ഇയറിന് തിരക്കില്ലാത്തതിനെ കൊണ്ടല്ല കാലി ചെയ്യുന്നത്. നമ്മൾ തിരക്കില്ലാത്തൊരു ഏരിയ സെലക്ട് ചെയ്തതാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ എല്ലാവരും സ്വാഭാവികമായിട്ടും നമ്മൾ കാണാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ ഒക്കെയുള്ള ഒരു ഫയർ വർക്കൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലാവരുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് പൈസ കൊടുക്കാതെ എങ്ങനെ പോവാന്നുള്ള വെറൈറ്റി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബുർജിൽ അറബിലേക്കാണ്. ബുർജിൽ അറബിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ അവിടെ പോയി ആഘോഷിക്കാൻ വേണ്ടി പോകണം. പൊളിച്ചെടുക്കണം, തീർച്ചയായും പൊളിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മെട്രോ എക്സിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെട്രോ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ എക്സിറ്റിലാണുള്ളത്. വളരെ സത്യപൂർവമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി അവരെ പെർമിഷൻ വായിച്ചിട്ട് എടുത്ത വീഡിയോയാണ്. തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ദുബായ് പോലീസ് ട്രെയിനിങ് സെന്റർ. ദുബായ് പോലീസ് ട്രെയിനിങ് സെന്ററിന്റെ മുന്നിലാണ്. ദുബായ് പോലീസ് ട്രെയിനിങ് സെന്ററിന്റെ ഉള്ളോട്ട് കയറണമെങ്കിൽ നമ്മൾ പ്രത്യേക പെർമിഷൻ പേപ്പറും കാര്യങ്ങളും എടുക്കണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അവരോട് ചോദിച്ചു. നമ്മൾ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് നമുക്ക് ജസ്റ്റ് മലയാളീസിന്റെ ഒരു വ്യൂവിലേക്ക് കാണിച്ചത്. സംഭവം ഇതിപ്പോ ദുബായിലെ പോലീസ് ട്രെയിനിങ് സെന്റർ ആണ്. നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റും. ഉള്ളിൽ കയറാൻ പറ്റും. നമുക്ക് അടുത്ത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് വെക്കും, അടുത്ത വീഡിയോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യും. കാരണം ഇവിടെ പുറത്തുനിന്ന് വീഡിയോ എടുക്കാതെ തന്നെ നമുക്ക് ചെറിയൊരു പെർമിഷന്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോ 6 പേരോട് പെർമിഷൻ ചോദിച്ച് നമ്മൾ അതിനുശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒരു ദുബായ് പോലീസ് ട്രെയിനിങ് സെന്ററിന്റെ ഒരു എൻട്രൻസ് അതാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബുർജിൽ അറബ് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അതിൽ കാണുന്നതാണ് ബുർജിൽ അറബ്. ആ ലൈറ്റ് കാണുന്ന ഏരിയയിൽ നീല ബ്ലൂ ആയിട്ട് കാണുന്നൊരു സംഭവമില്ലേ, അതാണ് ബുർജിൽ അറബിൻ്റെ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ പോകുന്ന വൈകില്ലേ നമുക്ക് പിരിക്കാതെ നമുക്ക് പോവാം. അല്ല നമ്മൾ എന്തായാലും ഇത് ചെയ്യും. നമ്മൾ എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് ചെയ്യും. ഉറപ്പായും നമുക്ക് എന്താക്കാം, ഇത് ഉള്ളിൽ പോലീസ് ട്രെയിനിങ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ എന്താണ് ട്രെയിനിങ് കാര്യങ്ങൾ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ഉള്ളിൽ 4 ഹെലികോപ്റ്റർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള എല്ലാ ട്രെയിനിങ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുള്ളതാണല്ലേ, എല്ലാം ഇവിടുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് എന്താക്കാം, അത് അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോസിലൂടെ നമുക്ക് എന്താക്കാം. ദുബായ് അക്കാദമി പോലീസ് അക്കാദമി ഇതിപ്പോൾ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. ഇതവിടെ ഇംഗ്ലീഷിലൂടെ എഴുതിയിട്ടുണ്ട്. വെളിച്ചക്കുറവ് ലേശമുണ്ട്. ദുബായ് പോലീസ് അക്കാദമി. അപ്പോൾ ഇതാണ് എൻ്റെ ജസ്റ്റ് ഒരു സംഭവം എന്ന് പറയുന്നത്. ദുബായ് പോലീസ് അക്കാദമിയുടെ ഒരു എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുള്ളിലോട്ട് ഒരുപാട് ഏരിയസ് ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും നമുക്ക്
ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ന്യൂ ഇയർ വീഡിയോ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ വീഡിയോ ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തു. അതെ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു ദുബായ് എൻട്രൻസ് ഉള്ളത്, പോലീസ് അക്കാദമി അതിൻ്റെ ഇത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് നമ്മൾ ചെറിയൊരു പെർമിഷൻ, പുറത്തുള്ളൊരു പെർമിഷൻ നമ്മൾ എടുത്തിട്ടാണ് ഇപ്പം വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിനുള്ളിൽ നമുക്കൊരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തീർച്ചയായും നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിച്ച് നിങ്ങൾക്ക് അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ എന്താക്കും, അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ മനോഹരമായ ഒരു പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ദുബായ് നഗര വീതിയിലൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബാക്കിയുള്ള ടീമൊക്കെ മുമ്പിലാണുള്ളത്, ഞങ്ങൾ കുറച്ച് പുറകിലായിട്ടുണ്ട്. ഇത് അജു പടക്കത്തിന് എന്താ വരെ തളർന്നു പോയോ? അപ്പം മലയാളീസ് നമ്മളിതാ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നിൽ കാണുന്നതാണ് ബുർജുൽ അറബ് എന്ന് പറയുന്നത്. ഈ കാണുന്നുണ്ടല്ലോ, ഈ സാധനമാണ് നമ്മുടെ ബുർജുൽ അറബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ നമ്മളെ ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ നമ്മളിവിടെ അടിച്ച് പൊളി തിമിർത്ത് എന്താക്കണം. ഇതാണ് ബുർജുൽ അറബ്. ഓക്കെ, ഇവിടെയാണ് നമ്മളൊന്ന് എൻജോയ്. ഓക്കെ, നേരത്തെ ക്യാമറ ഇല്ലാത്ത ഓഫാക്കി കുറെ കാര്യം മതി. ഹായ് ഗൈസ്, ഇതാണ് നമ്മളെ ബുർജുൽ അറബ്. നമ്മളെ ഫ്രണ്ട് ഇവിടെ ദുബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം അവനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഫ്രണ്ടാണ്, നമ്മളിപ്പോൾ അവൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഫുള്ളായിട്ട് അവൻ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് പൊളിച്ചടക്കണം. ഓക്കെ, ഇതാ നമ്മളെ സോറി ഇവരൊക്കെ നമ്മളെ ഫ്രണ്ട്സുകൾ. ഇതാ പുറകിൽ കാണാനാണ് ബുർജുൽ അറബ്. ബുർജുൽ അറബ് ആദ്യം രണ്ട് വാക്ക്. രാഹുല് രാഹുൽ ഇതാണ് ഞരമ്പ അല്ല സോറി നമ്മളെ ഇത് നമ്മളെ ബ്രോ. ഹായ്. ഓക്കെ ഓക്കെ. ജുമേറ ജുമേറ ഹോട്ടൽ. ബുർജുൽ അറബിന്റെ സൈഡ് വ്യൂ. മലയാളീസ് ബുർജുൽ അറബിന്റെ സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ സൈഡ് വ്യൂ നോക്കി പോയി കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇടിച്ച് തെറിക്കും. മലയാളീസ് അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഒരു ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ പാംചുമേറല്ല ബുർജുൽ അറബിന്റെ സൈഡായിട്ട് കാണുന്നതാണ് ബുർജുൽ അറബ്. ബുർജുൽ അറബിന്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു ബീച്ച് ഉണ്ട്, കൈറ്റ് ബീച്ച്. ഇതാ ഒരു ഹെലികോപ്റ്റർ മോൾ കൂടി പറന്നു പോകുന്നുണ്ട്. നിങ്ങളത് കാണുമെന്നുള്ള അറിയില്ല, സൗണ്ട് മാത്രം കേൾക്കാൻ ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട്. ആ പോകുന്നത് ഒരു ഹെലികോപ്റ്ററാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഫ്ലാഷ് അടിച്ച ഹെലികോപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പാടെ എത്തിയിട്ടില്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ ആൾക്കാരൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ആൾക്കാർ നമുക്ക് കിട്ടില്ല, നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ അതിപ്പോൾ ഇടങ്ങാറാവും, പണിപാടും. നമ്മളിത് ഇങ്ങനെ ഓരോരുത്തർ ടെന്റ് അടിച്ചിട്ടുണ്ട്, എല്ലാ പരിപാടിയുണ്ട്. എല്ലാ പരിപാടിയും അതായത് കസേര മേശയൊക്കെ എടുത്തിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് വ്യൂ ഇതാണ്. ഇതൊരു കപ്പലിന്റെ മോഡല്, മോഡലുണ്ടാക്കിയ ബിൽഡിംഗ്. ഇതാ ഇതിപ്പം നമ്മൾ കാണുന്നപ്പോൾ പിന്നെ മറ്റത് അതിനപ്പുറത്ത് വേറൊന്നുണ്ട്. അപ്പോൾ അതാണ് സംഗതി. ഇപ്പം ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങളവിടെ ആൾക്കാരെ കാണാൻ സാധ്യത കുറവാണ്, കാരണം ഇരുടാണ്. ഇവിടെ ടെൻ്റ് അടിച്ചിട്ടും അതുപോലെ തന്നെ കസേരയും മേശയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ അടിച്ച് തകർത്ത് പൊളിച്ചിട്ട് ഈ ഒരു പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വെള്ളത്തിലിറങ്ങുന്ന ആളുണ്ട്, വെള്ളത്തിൽ നിന്ന് ഇറങ്ങി കളിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. നമ്മൾ വെള്ളത്തിലിറങ്ങുന്ന പ്ലാനിങ് ഇല്ല, നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് കിട്ടുക, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മലയാളീസ് നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് 10,000 ആളുകൾ നമ്മുടെ ഈ ബീച്ചിൽ വന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. നമ്മുടെ പുതുവർഷം ആഘോഷിക്കാൻ വേണ്ടി ദുബായിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഒത്തുകൂടിയിട്ടാണുള്ളത്. ഒരുപാട് ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
1, 2, 3 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു പുതിയ വർഷം, പുതിയ പുതിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പുത്തൻ എന്താണ് പറയുക, നമ്മളെങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന നമ്മളൊരു പുതിയ വർഷം, ഒരു പുതുവർഷം 2024 എന്നൊരു പുതിയ വർഷം നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇരുടായതിനെ കൊണ്ട് നമുക്ക് ആളുകളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, ഫയർ വർക്കിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. അവിടെ ന്യൂ ഇയർ ആയോ? ആഘോഷിച്ചു തുടങ്ങി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ന്യൂ ഇയറിൻ്റെ ആ ഫയർ വർക്ക് കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ബുർജുൽ അറബിലെ ഫയർ വർക്കാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ്. നിങ്ങളുടെ ഈ വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫയർ വർക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കാം. ഫോണിൻ്റെ ഫ്ലാഷാണ് കാണുന്ന ലൈറ്റ് കമ്പനി. അത് സംഭവം തന്നെ.
പറ്റിയ കുമ്മായം അല്ലേ? മലയാളീസ് വർണ്ണശബലമായ മനോഹരമായ ഒരു ഫയർ വർക്ക് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പുതിയൊരു വർഷം, പുതിയ പുതിയ പ്രതീക്ഷകളുടെയും പുത്തനാഗ്രഹങ്ങളുടെ ഒരു പുതിയ വർഷം നമുക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. 2024 ഇതാ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം എല്ലാവർക്കും വളരെ മനോഹരമായ വർഷമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഒരു ന്യൂ ഇയർ കൊടുത്തൂടെ അല്ലേ? കമാൻ. അപ്പോൾ നമ്മൾ പുതിയ വർഷം വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ദുബായിലെ കാഴ്ചകളായിട്ടുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇനിയുണ്ട്. നമ്മുടെ കളി ഇനി ദുബായിലാണ്. അപ്പോൾ ദുബായിയുടെ പുതിയ കാഴ്ചകളായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരയ്ക്കും. ബൈ ബൈ.